മൂവി ചെയ്യുമ്പോൾ ഡയറക്ടറുമായിട്ട് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ മൂവിയിൽ പുള്ളി പുറത്താണ്, സാറ് പുറത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കോൾസ് ആണ് കൂടുതലും, കോൾസും പ്ലസ് വീഡിയോ കോളിലാണ് ചെയ്യാറ്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 2 പാട്ടാണ് ഞാൻ ചെയ്തത്. അതില് ഒരു പാട്ട് പാടിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ചേട്ടനും ആരതിപ്പൊടിയാണ്. ഒരു പാട്ട് മൃദുല ചേച്ചി, ശ്രീകാന്ത് ഹരിഹരൻ. വിനീതേട്ടൻ ഇപ്പം വിനീതാന്റെ വോയിസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആരതിച്ചേരി ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പം ആരും കേൾക്കാത്ത വോയിസാണ്. അപ്പം ഒരു വെറൈറ്റി ഉണ്ട്, രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര സിങ്ക് ആയിട്ടുണ്ട്. പിന്നെ ചേച്ചിയും ചെന്നൈ വന്നിരുന്നു, വിനീതാന്റെ സെഷൻസിലൊക്കെ ചെന്നൈ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു രസമുള്ള പാട്ടായിരിക്കും. ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ചിലര് ആദ്യം മ്യൂസിക് ട്യൂൺ ആയിരിക്കും ചെയ്യുക, ട്യൂൺ ചെയ്തിട്ട് ട്യൂൺ ഫൈനൽ ചെയ്തിട്ടായിരിക്കും ലിറിക് ചെയ്തോളൂ, ലിറിക്സ് നമ്മുടെ അടുത്ത് പോവുള്ളൂ. ചിലർ ഫുള്ള് ലിറിക്കായിട്ടായിരിക്കും വരിക, ആ ലിറിക്കിനായിരിക്കും നമ്മൾ കമ്പോസ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും അവരുടെ നീഡാണ്. ഇപ്പം പേര് സന ഇപ്പൊ ഒരു ഡയറക്ടർ ആകുമ്പോൾ സന പറയാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ, അപ്പൊ സനക്ക് എന്താണ് വേണ്ടത് അതാണല്ലോ ഞാൻ തരേണ്ടത്. ഹായ് ഓൾ, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹലോ, വെൽക്കം. പ്രശാന്ത്, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്? ഈ സിനിമയിലേക്ക് ഡയറക്ടർ സാർ കോണ്ടാക്ട് ചെയ്തതാണ്. പുള്ളി പുറത്താണ്, യുഎസിലാണ്. പിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മൂവി ഉണ്ടെന്ന് പറഞ്ഞു, 2 പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി തന്നെയാണ് ലിറിക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേയും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ട്? അല്ല, സാറിന് എന്റെ പ്രൊഫൈൽ ആരും സാർ അന്വേഷിച്ചു. അപ്പൊ ഇതിലോട്ട് ഇപ്പൊ പാട്ടുകൾ എന്ന് പറയുമ്പോൾ സിനിമയിൽ ഭയങ്കര ഒരു സോള് കൊടുക്കുന്നതാണ്. ഇതിലോട്ട് പാട്ടുകളൊക്കെ എഴുതിയപ്പോ അല്ലെങ്കിൽ വർക്ക് ചെയ്തപ്പോ എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ എടുത്തായിരുന്നു? നല്ലോണം നോർമലി നമ്മള് മൂവി ചെയ്യുമ്പോൾ ഡയറക്ടറുമായിട്ട് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ മൂവിയിൽ പുള്ളി പുറത്താണ്, സാറ് പുറത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കോൾസ് ആണ് കൂടുതലും, കോൾസും പ്ലസ് വീഡിയോ കോളിലാണ് ചെയ്യാറ്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ 2 പാട്ടാണ് ഞാൻ ചെയ്തത്. അതില് ഒരു പാട്ട് പാടിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ചേട്ടനും ആരതിപ്പൊടിയാണ്. ഒരു പാട്ട് മൃദുല ചേച്ചി, ശ്രീകാന്ത് ഹരിഹരൻ. പ്രത്യേക രസമായിരുന്നു. അവർക്ക് വേണ്ടിട്ട് ലൈക്ക് ഇവരിപ്പം ഭയങ്കര റെനോൺഡ് സിംഗേഴ്സ് ആണ് ഈ പറയുന്നവരൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിട്ട് മ്യൂസിക് ചെയ്തപ്പോ ലൈക്ക് എന്തെങ്കിലും പ്രത്യേകതരമായിട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു? ചാലഞ്ചസ് എനിക്ക് ഞാൻ വിനീതേട്ടൻ എന്റെ 15th സോങ് ആണത്. എന്റെ മ്യൂസിക്കിൽ വിനീതേട്ടൻ പാടുന്ന 15ാമത്തെ പാട്ടാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പൊ അതിലെനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ശീലമായി. പിന്നെ മൃദുല ചേച്ചി എന്റെ 3ാമത്തെ പാട്ടാണ്, ശ്രീകാന്ത് ഏട്ടൻ 5ാമത്തെ പാട്ടാണ്. ആരതിച്ചി മാത്രമാണ് ഫസ്റ്റ് ടൈം പാടിയത്. ചേച്ചിയുടെ റെക്കോർഡിങ് ഭയങ്കര കംഫർട്ടായിരുന്നു. അതിന് ചേച്ചി ആദ്യമായിട്ട് പാടാൻ വന്നതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പൊ ചേച്ചിയുടെ റെക്കോർഡിങ് എനിക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മള് ഭയങ്കര കുറച്ച് സമയമൊക്കെ എടുത്ത് ഭയങ്കര രസമായിട്ടാ ചെയ്ത്. ഭയങ്കര റോബിൻ ചേട്ടനും വന്നിരുന്നു, ചേച്ചിയും ചേട്ടനും എല്ലാരും കൂടെ നമ്മളൊരു ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ ചേട്ടൻ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പൊ ചേച്ചിയും ചേട്ടൻ ഒരുമിച്ച് റെക്കോർഡിങ്ങിന് വന്നത്. അപ്പൊ വിനീത് ശ്രീനിവാസൻ ആരതിപ്പൊടിയായിരുന്നു ഒരു പാട്ട് പാടിയിരുന്നു. അവരുടെയും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു, ആ ഒരു സിംഗിന്റെയും എല്ലാത്തിനും നൈസായിട്ട്. വിനീതേട്ടൻ ഇപ്പം വിനീതാന്റെ വോയിസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആരതിച്ചേരി ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പം ആരും കേൾക്കാത്ത വോയിസാണ്. അപ്പം ഒരു വെറൈറ്റി ഉണ്ട്, രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര സിങ്ക് ആയിട്ടുണ്ട്. പിന്നെ ചേച്ചിയും ചെന്നൈ വന്നിരുന്നു, വിനീതാന്റെ സെഷൻസിലൊക്കെ ചെന്നൈ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു രസമുള്ള പാട്ടായിരിക്കും, കേൾക്കണമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ മൂവിയുടെ ടൈറ്റിൽ നോക്കുമ്പോ ഒരു മോഡേൺ വേൾഡ് അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടല്ലോ. പ്രണയം എന്ന് പറയുമ്പോ തന്നെ നമ്മള് പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് പ്രണയത്തിൽ. അതും ഇതും സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ കഥ കേട്ടപ്പോ എങ്ങനത്തെ പാട്ട് എന്താ മ്യൂസിക് കമ്പോസ് ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? അല്ലാതെ സംബന്ധിച്ചാല് ഇത് ഈ പടത്തിന് കുറെ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഈ പാട്ടുകൾ പ്രണയ മീൻസ് ലവ് സോങ് ആണ്. അപ്പൊ ഒന്ന് ഒരു ഫാസ്റ്റ് നമ്പർ മീൻസ് ഫാസ്റ്റ് ആയിട്ടുള്ള ലവ് ട്രാക്ക്, ഒന്നൊരു മെലഡി പ്ലസ് ഒരു സാഡ്, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ പാട്ടിന്റെ അകത്ത് അങ്ങനെ ഒരു മീൻസ് അങ്ങനെ ഭയങ്കര എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ രസമാണ് അത് ചെയ്യാനൊരു
ഒരു പ്രത്യേക പിന്നെ ഡയറക്ടറിനാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത് ചാൾസ് സാർ. അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലിറിക്സ് ആണ്. പുള്ളി ഒരു പ്രത്യേക രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മളിവിടെ പുള്ളി പുറത്തായതുകൊണ്ട് തന്നെ ലിറിക്സിനും ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മളെ നാട് നമ്മളെ ലിറിക്സ് ഞാനിപ്പോ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അതിൽ നിന്നൊരു വ്യത്യാസം അതുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഇതുവരെ വർക്ക് ചെയ്തതിൽ നിന്ന് ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോ മെയിൻ ആയിട്ട് വ്യത്യാസം ലിറിക്സിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു നമ്മള് നോർമലി ചെയ്യുന്ന ഒരു പാറ്റേൺ ഒരു ഫോളോ ചെയ്യുന്നൊരു സംഭവമല്ലേ. ഇവരുടെ പ്രൊഡക്ഷനും എല്ലാം ഭയങ്കര എല്ലാവരും ഡിഫറെന്റ് ആണ്. എങ്ങനെയാ ഇപ്പൊ ഒരു മൂവി നമ്മളൊരു സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ സിനിമയ്ക്ക് വേണ്ടിട്ട് അപ്പൊ ആദ്യം ആ സിനിമയുടെ കഥയെല്ലാം കേട്ടിട്ടാണോ അത് അതിലോട്ട് അലിഞ്ഞ് ചേർന്നിട്ടാണോ മ്യൂസിക്? അത് ഫുള്ള് കഥ കേൾക്കും. കഥ കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വരുമല്ലോ. മൊത്തത്തിൽ നമ്മൾ ഉള്ളിൽ ആ സാധനം കേൾക്കും. പിന്നെ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷനിലാ പാട്ട്, അപ്പൊ സിറ്റുവേഷനിലായിരിക്കും. അപ്പം ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ചിലര് ആദ്യം മ്യൂസിക് ട്യൂൺ ആയിരിക്കും ചെയ്യുക. ട്യൂൺ ചെയ്തിട്ട് ട്യൂൺ ഫൈനൽ ചെയ്തിട്ടായിരിക്കും ലിറിക് ചെയ്തോളൂ. ലിറിക്സ് നമ്മുടെ അടുത്ത് പോവുള്ളൂ. ചിലർ ഫുള്ള് ലിറിക്കായിട്ടായിരിക്കും വരിക. ആ ലിറിക്കിനായിരിക്കും നമ്മൾ കമ്പോസ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും അവരുടെ നീഡാണ്. ഇപ്പം പേര് സന ഇപ്പൊ ഒരു ഡയറക്ടർ ആകുമ്പോൾ സന പറയാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പൊ സനക്ക് എന്താണ് വേണ്ടത് അതാണല്ലോ ഞാൻ തരേണ്ടത്. അപ്പൊ ഇപ്പൊ രണ്ട് രീതി പറഞ്ഞല്ലോ, ആദ്യം മ്യൂസിക് ചെയ്തിട്ട് പിന്നെ അല്ലെങ്കിൽ ലിറിക്സ് ആദ്യം കേട്ടത്. ഈ രണ്ടെണ്ണത്തിൽ ഏത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? രണ്ടും ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യം മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാല് അത് എന്റെ കയ്യിലായിരിക്കും ഫുൾ ഫ്രീഡം. ഞാൻ കമ്പോസ് ചെയ്യുന്ന സാധനത്തിന് ലിറിക് എഴുതിയാൽ മതി. പക്ഷെ ലിറിക് എഴുതുമ്പോ ഇപ്പം എല്ലാ ലിറിസിസ്റ്റുകളും ഞാൻ ഭയങ്കര എക്സ്പേർട്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ലിറിസിസ്റ്റുകളും എക്സ്പേർട്ട് ആവണമെന്നില്ല. ഓരോരുത്തർ എഴുതുന്നതിന് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞപ്പോൾ പുതിയ ആൾക്കാർ എഴുതുമ്പോഴും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ളവർ എഴുതുമ്പോഴും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആ വരിക്കുള്ളിൽ നമ്മൾ ട്യൂണ് ചിട്ടപ്പെടുത്തേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഫ്രീഡം അവിടെ പോകും, ലിമിറ്റ് ആവും. ചിലപ്പോൾ എനിക്ക് വേറെ കാര്യം അവിടെ ആഡ് ചെയ്യണം തോന്നിയാൽ സ്പേസ് ഇല്ല. ചിലപ്പോൾ നമ്മളെ ലിറിസിസ്റ്റിന്റെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കാരൻ അത് മാറ്റിയ അർത്ഥ വ്യത്യാസങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, വരി കൂടുതൽ എഴുതാൻ പറ്റിയില്ല എന്ന് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് കൂടുതലും ട്യൂൺ ചെയ്തിട്ട് ലിറിക് എഴുതാനാണ് എനിക്കിഷ്ടം. പിന്നെ അങ്ങനെ ലിറിക് ചെയ്തിട്ട് ട്യൂൺ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ, അല്ലെങ്കിൽ പലപ്പോഴും ചില സിനിമ എന്താ പറയാ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയില്ലെങ്കിൽ പാട്ടുകൾ ഹിറ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ ബീജിയം ഹിറ്റ് ആവാറ്. അങ്ങനെ ചില സിനിമയുടെ ബീജിയം മാത്രമായിരിക്കും സിനിമയെ കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ പ്രണയത്തിൽ മ്യൂസിക് എന്ന എലമെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടോ? സ്മാർട്ട് ഫോൺ പ്രണയത്തിലെ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ അനുഭവത്തിൽ പറഞ്ഞാലും നമ്മള് ഏത് ട്രാക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഭയങ്കര രസമുള്ള ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന സാധനം ചിലപ്പം പബ്ലിക്കിന് അത് ഒന്നും ആവണമെന്നില്ല. പക്ഷെ നമ്മള് എന്ന് പറഞ്ഞ് വെറുതെ പെട്ടെന്ന് ചെയ്ത് റിലീസ് ചെയ്യുന്നത് ചിലപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യുക, കുറ്റമാവട്ടെ. എങ്ങനെ ഈ മ്യൂസിക് മൂവീസിന്റെ ഇടയിൽ പ്ലേസ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? മ്യൂസിക്കിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. കാരണം അത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്? സോങ്സ് ആണോ ബിജി ആണോ? അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷന് ഇന്ന മ്യൂസിക് ഇട്ടാ നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? അത് നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കയറുമല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു മ്യൂസിക് ഉണ്ട്. അപ്പൊ നമ്മളെ ഉള്ളിലുള്ളൊരു മ്യൂസിക്കിനാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളത് കൊണ്ടുവരുമ്പോ ഇപ്പം ഞാനതിപ്പോ ചെയ്തു വെച്ചിട്ട് രണ്ടാമതൊരാളെ കേൾപ്പിക്കുമ്പോ അയാൾക്കത് വർക്ക് ആവുമ്പോഴാണ്. അപ്പൊ നമ്മള് രണ്ടുമൂന്ന് ഓപ്ഷൻ വെക്കും. അപ്പം ഇപ്പൊ ഞാനിപ്പോ സനയെ ഒരു പോർഷൻ കാണിക്കുമ്പോൾ സനയ്ക്ക് അത് വർക്കായ അത് സക്സസ് ആണ്. അപ്പൊ ഞാൻ അതോടെ ലോക്ക് ചെയ്യും. അപ്പൊ ഡയറക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡ്യൂസർ ആരാണ്, അപ്പൊ ചിലപ്പോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മള് ഭയങ്കര രസമായിട്ടൊരു സാധനം ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല, നമുക്ക് മാറ്റി പറ്റൂ. പക്ഷെ പിന്നെ ഞാൻ എപ്പോഴും പറയണേ നമ്മള് ഡിസപ്പോയിന്റഡ് ആവില്ല. കാര്യം പ്രശ്നം എന്നറിയോ, നമ്മള് മ്യൂസിക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇപ്പൊ സന എന്റെ അടുത്ത് ഒരു ലവ് ട്രാക്ക് ചെയ്യാൻ ഞാൻ ചെയ്തു, സനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് മാറ്റി വെച്ചു, അടുത്ത് വീണ്ടും ചെയ്തു. അപ്പൊ സന പറഞ്ഞു ഇതും എനിക്ക് ഇപ്പൊ രണ്ടെണ്ണം എന്റെ ഇരിപ്പുണ്ട്,
അടുത്ത് വേറെ ആള് നാളെ എന്റെ അടുത്ത് ഒരു ലവ് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ രണ്ടെണ്ണം എടുത്ത് കേൾപ്പിക്കും, പുള്ളി ഏതെങ്കിലും ഒന്നും എടുക്കും. അപ്പം അത് വേസ്റ്റ് അല്ല. ഇപ്പം സനക്ക് വേണ്ടാത്തത് വേറെ ആൾക്ക് ഓക്കെ ആയിരിക്കും. അല്ല അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഭയങ്കര എഫേർട്ട് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു വെച്ചൊരു സംഭവം, അത് വന്നിട്ട് വേറെ ഒരാള് കൊള്ളത്തില്ല അല്ലെങ്കിൽ മാറ്റാൻ പറയുമ്പോ പെട്ടെന്ന് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടോ? ഡിസപ്പോയിന്റ് ആയിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ ഈ പറഞ്ഞ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് ഇങ്ങനെ അയക്കുമ്പോ അപ്പൊ നമ്മള് പുള്ളിയുടെ പിന്നെ അപ്പൊ നമ്മള് ചിലപ്പം ഇതെന്തായാലും ഇഷ്ടപ്പെടും വിചാരിക്കുമ്പോ ശരിയല്ല ശരിയായില്ല, നീ ഒന്നുകൂടെ ഇരിക്കുക എന്ന് വെച്ചാൽ ആരും നമ്മുടെ അടുത്ത് ചെയ്ത മോശം എന്ന് പറയില്ല. എല്ലാ ഡയറക്ടേഴ്സും പറയുന്ന രീതി ഇതല്ല, ഇത് പ്രശാന്തന്റെ സാധനമല്ല, ഇതിന്റെ മേലെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കൊറേ ഏറ്റവും പാടുപെട്ടിട്ട് അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് മാറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ് ടു എക്സ്പെക്ടേഷൻ എത്താൻ പാടുപെട്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? അങ്ങനെ ഭയങ്കര പാടുപെട്ട വർക്കുകള് ഇല്ല. ഇടയ്ക്ക് വിനിതേട്ടൻ പാട്ടൊരു ഞാൻ 2-3 പ്രാവശ്യം മാറ്റി. വിനിതേട്ടനെല്ലാം മാറ്റിയത് ആ പ്രൊഡക്ഷൻ അവർക്ക് വേണ്ടി. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഞാൻ അത് ഏതാന്നൊന്നും പറയുന്നില്ല, പക്ഷെ 4 ട്യൂൺ ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ ആ 4 ട്യൂൺ എനിക്കിപ്പോ വേറെ ഞാൻ പലർക്കായിട്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിനീതേട്ടന്റെ ഇപ്പൊ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കംഫർട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിംഗർ അല്ലെങ്കിൽ വേറെ ഡയറക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സിംഗർ വിനീതേട്ടൻ എപ്പോഴും ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഉണ്ണിമേനോൻ സാർ, ഞാൻ ഏറ്റവും അടുത്തുള്ള സിംഗർ ഉണ്ണിമേനോൻ സാറാണ്. ഭയങ്കര എന്റെ അടുത്ത് അത്രയും ഫ്രീഡം ഉള്ളതും ഉണ്ണിമേനോൻ സാറാണ്. നമ്മൾ വിളിച്ച് പച്ചത്തറി വിളിക്കുന്നതിന് അത്രയും നമ്മളെ ഓപ്പണായിട്ട് സംസാരിക്കാം. പിന്നെ വിനീതേട്ടൻ ഈ പറഞ്ഞത് എപ്പോഴും നമുക്കൊരു കംഫർട്ട് തന്നെയാണല്ലോ. പുള്ളിയുടെ ഒരു സ്പെൻഡ് ചെയ്യുന്ന ടൈം തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. പുള്ളി പോകുമ്പോൾ തന്നെ സാധാരണ ഞാനൊക്കെ ഇങ്ങനെ ഓരോ റെക്കോർഡിങ്സിന് ഇങ്ങനെ ഓടി അടുത്ത ഓരോ കാര്യങ്ങൾക്ക് പോകും. പക്ഷെ വിനീതേട്ടൻ റെക്കോർഡിങ്ങിനോ നമുക്ക് തന്നെ തോന്നും പുള്ളി പോകുമ്പോ സങ്കടം തോന്നും, കുറച്ചു നേരം കൂടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര. അപ്പൊ നമ്മള് ഈ സ്മാർട്ട് ഫോൺ പ്രണയത്തിൽ എന്ന് പറയുമ്പോ ഭയങ്കര സൊസൈറ്റി ബേസ് ആയിട്ടുള്ളത്, ലൈക് സൊസൈറ്റി ഇഷ്യൂ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ഈ മ്യൂസിക് ആഡ് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ജോണർ അങ്ങനെ എന്തെങ്കിലും നോക്കാറുണ്ട്? ലവ്, സസ്പെൻസ് ത്രില്ലർ അങ്ങനെ ജോണർ നോക്കിയിട്ടാണ്. സ്മാർട്ട് ഫോൺ പ്രണയത്തിലെ BJ ഞാനല്ല, മ്യൂസിക് മാത്രമാണ്, സോങ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സോങ് സിറ്റുവേഷൻസ് മാത്രമായിട്ട് ശരിക്കും ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പോർഷൻ ഞാൻ കഴിയുന്ന പോലെ മാക്സിമം ഈ സോങ് സിറ്റുവേഷനും കഥകളൊക്കെ നോക്കിയിട്ടാണ് പ്ലേസ് ചെയ്യാറ്. അത് നമ്മളാണോ ഡയറക്ടർ ഡിസൈഡ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് പറയാ ഇന്ന പോർഷൻ ഇന്ന സംഭവം എനിക്ക് വേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അപ്പൊ ഇപ്പൊ നമ്മുടെ സിനിമ റിലീസിന് വരികയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകളോ എല്ലാ സിനിമയും പ്രത്യേകിച്ച് പ്രണയം ബേസ് ചെയ്യുന്ന സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മുടെ സിനിമ എന്ത് പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങളുടെ പാട്ടുകളും എല്ലാം കൂടെ അക്സെപ്റ്റ് ചെയ്യും. പാട്ടുകള് എന്തായാലും എന്റെ പാട്ടുകൾ എപ്പോഴും കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കരമായ സന്തോഷം. ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്, എല്ലാത്തിനും എനിക്ക് സന്തോഷം. അതുപോലെ തന്നെ ഈ പാട്ടിൽ ഇപ്പം ആരതിപ്പിടിച്ച് ആദ്യമായിട്ട് പാടിയ പാട്ടാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ വിനീതേട്ടൻ ആരതിച്ച അപ്പൊ ആ പാട്ട് ഒരു ഡിഫറെന്റ് ആണ്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു വോയിസ്. പിന്നെ ആരതിച്ചിന്റെ വോയിസ് ആദ്യമായിട്ട്. അപ്പൊ അത് എല്ലാരും കേൾക്കുക, അതിനെ പറ്റിയുള്ള സജഷൻസ് അറിയിക്കുക. പിന്നെ ഇപ്പൊ ശ്രീകാന്ത് ഹരിഹരൻ ചേട്ടൻ എനിക്കിവിടെ മലയാളത്തിൽ ഇപ്പം റീസെന്റ് റിലീസ് ആകാൻ പോകുന്ന എന്റെ പാട്ട് ശ്രീകാന്ത് ഹരിഹരൻ ചേട്ടൻ നമ്മളെ പുള്ളിയാ. അപ്പൊ പുള്ളിയും മൃദുല ചേച്ചിയോടാണ് പാടിയിരിക്കുന്നത്. അപ്പൊ മൃദുല ചേച്ചിയോടും വീണ്ടും ഇപ്പൊ സ്റ്റേറ്റ് അവാർഡിന് ശേഷം വീണ്ടും ഞാൻ വർക്ക് ചെയ്യുന്ന പാട്ടാണ് ഈ പാട്ട്. അപ്പൊ എനിക്ക് സ്പെഷ്യലാണ് ഈ പാട്ട്, 2 പാട്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കേട്ടിട്ട് എല്ലാവരും ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കട്ടെ. അപ്പൊ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായി മാറട്ടെ, സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താ ഒരുപാട് ഓഫേഴ്സ് വിജയകരമാകട്ടെ. താങ്ക് യു സോ മച്ച്.